ഇന്നൊരു തക്കാളി രസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പൊന്നീരിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ വരുന്നൊരു രസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ രസത്തിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർന്ന് വരണ്ടിട്ട് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ ഏത് പാത്രത്തിലാണ് രസം തയ്യാറാക്കിയെടുക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് നല്ലോണം പഴുത്ത 2 തക്കാളിയാണ് നന്നായിട്ട് ഒന്ന് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചൊന്ന് ചേർത്തു. ഇനി വേറൊരു ഇടിയലിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി, 4-5 അല്ലി വെളുത്തുള്ളി, 6-7 ചെറിയ ഉള്ളി, പിന്നെ ഒരു 3-4 പച്ചമുളക്, ഇതെല്ലാം കൂടെ ഒരു മിക്സിയിലെ ചെറിയ ജാറിലേക്ക് മാറ്റി ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്തെടുത്താലും മതി. അപ്പോൾ അത് ഇടിച്ചൊന്ന് എടുക്കുകയാണ്. ഇടയിലിട്ടിട്ട് ഇതുപോലെ ചതച്ച് അതും കൂടെ നമുക്ക് ചേർത്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞാരടി ഒന്ന് എടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. എന്നിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ഒന്ന് പൊടിച്ച് ഇതുപോലെ ഒന്ന് വെക്കുന്നുണ്ട്. ഇനി ആ ഒരു തക്കാളി എന്നുള്ള വെള്ളമൊക്കെ ഒന്ന് വന്ന് നന്നായിട്ടൊന്ന് വറ്റി വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പുളിയുടെ വെള്ളം ചേർത്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആ ഒരു രസത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് നമുക്ക് വെള്ളം വേണമെങ്കിൽ പിന്നെ ചേർത്തെടുക്കാം. പുളിയുടെ കുറവോ ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്തെടുക്കാം. ഞാൻ ഇവിടെ ഒരു 3-3.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത്, നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കുരുമുളകും ജീരകവും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇനിയാണ് ഈ രസത്തിൽ താളിച്ചൊഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ടാണ് ഇന്ന് എടുക്കുന്നത്. നമ്മൾ താളിച്ചതിന് ശേഷം തയ്യാറാക്കിയെടുക്കുന്ന രസമാണെന്നുണ്ടെങ്കിൽ തിളപ്പിക്കാനായിട്ട് പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഇനി നമുക്ക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കുറച്ച് കായത്തിൻ്റെ പൊടിയും ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് താളിച്ച് നമുക്ക് ആ ഒരു രസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉച്ചത്തെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം മീൻ പൊരിച്ചതും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ക്യാബേജ് പൊരിയലും നല്ലൊരു അരിപ്പപ്പടമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ആ ഒരു ഊണെന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു റൈസിൻ്റെ ഒക്കെ കൂടെ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ഒന്ന് രസമൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആ ഒരു റെസിപ്പിയും ആ ഒരു രസമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലൊന്ന് ഇതിൻ്റെ വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും